തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചെറുതുരുത്തി സ്വദേശിയായ ഷാഹിന, മകൾ 10 വയസ്സുള്ള സാറ, ഭർത്താവ് കബീർ, ഷാഹിനയുടെ സഹോദരി മകൻ ഫുവാദ് എന്നിവരാണ് മരിച്ചത്. 4 പേരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചു. വീട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദിനൊപ്പം തന്നെ ഗോകുലുമുണ്ട്. ഗോകുൽ, വളരെ ഒരു ഗ്രാമത്തെ മുഴുവൻ, ചെറുതുരുത്തി എന്ന ഗ്രാമത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. കുഞ്ഞ് വെള്ളത്തിൽ പോവുകയും അതിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയും അതോടെ തുടർന്ന് ഒരു 3-4 പേർ മരണപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ആ ഗ്രാമം ഇത് സഹിക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ചെറുതുരുത്തി കടന്നു പോകുന്നത്. കാരണം ഒരു കുടുംബത്തിലെ 4 പേരെയാണ് ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു വൈകുന്നേരം കൊണ്ട് നഷ്ടമാകുന്നത്. ഭാരതപ്പുഴയിൽ ഇവർ കുളിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങുന്നതിനിടയിലാണ് 2 കുട്ടികൾ ആദ്യം വെള്ളത്തിൽ ഇറങ്ങി. അവരെ രക്ഷിക്കാനായി ഇറങ്ങുന്നതിനിടെയാണ് കബീറും ഭാര്യയും അതോടൊപ്പം തന്നെ സഹോദരിയുടെ ബന്ധുവും ഒക്കെ അടങ്ങുന്ന 4 പേർ മരിക്കുന്ന ഒരു സ്ഥിതി വന്നത്. ഒരു പ്രദേശം വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. ഭാരതപ്പുഴയുടെ പ്രദേശത്താണ് ഇവർ ഇറങ്ങിയത്. അപ്പോൾ അവിടെ വെച്ച് നില കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ 4 പേരുടെയും മൃതദേഹം ചെറുതുരുത്തിയിലെ തറവാട്ട് വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫുവാദ്, കബീർ, സറ, ഷാഹിന, ഇവരുടെ 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ നിലവിൽ ചെറുതുരുത്തിയിലെ തറവാട്ട് വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം ചെറുതുരുത്തിയിലെയും അതോടൊപ്പം തന്നെ ചേലക്കരയിലെയുമായി ജുമാ മസ്ജിദുകളിലായി ഖബറടക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ വേഗം തന്നെ ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. 4 പേരുടെയും പോസ്റ്റ്മോർട്ടം ഒരുമിച്ചായിരുന്നു നടത്തിയിരുന്നത്. പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരുന്നു. അങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് ഇവിടെ ചെറുതുരുത്തിയിലേക്ക് എത്തിച്ചു. ഒരേ സമയം തന്നെയാണ് 4 പേരുടെയും പോസ്റ്റ്മോർട്ടം നടന്നിരുന്നത്. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ഏകദേശം ഒരു 2 മണി വരെ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 12 വയസ്സുള്ള ഫുവാദിന്റെ സംസ്കാരം ഏകദേശം ഒരു 4 മണിയോടുകൂടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിലാണ് ഉണ്ടാവുക. മറ്റുള്ളവരുടെ ഉച്ചയ്ക്ക് ശേഷം, ഈ 2 മണിക്ക് ശേഷം ചെറുതുരുത്തി വെട്ടിക്കാട്ടേരി ജുമാ മസ്ജിദിൽ വെച്ചാണ് നടക്കുക. ഫുവാദിന്റേത് സംസ്കാരം ഉണ്ടാവുക ചേലക്കര മേപ്പാടം ജുമാ മസ്ജിദിൽ വെച്ചാണ്.